എനിക്ക് തോന്നുന്നു ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഭക്ഷണത്തെ പറ്റി മറ്റൊരാൾക്ക് കൊതി തോന്നുന്ന രീതിയിൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമയും. അങ്ങനെ പറയുമ്പോൾ എല്ലാം അത്രയും എക്സ്പ്ലെയിൻ ചെയ്തേ പറയുള്ളൂ അല്ലേ? അതെ, സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു എന്നുള്ളത് ഇപ്പം മനസ്സിലായി. അപ്പം എനിക്ക് അന്നത്തെ സിനിമകളെക്കുറിച്ചും അന്നത്തെ അതിനെക്കുറിച്ച് കുറേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഴയ കാലത്തെ പാട്ടുകൾ അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മൾ ഓർമ്മ ഇപ്പോഴും നല്ല ഓർമ്മയിരിക്കുന്നതും അതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അന്ന് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി. അതെ, അന്ന് അങ്ങനെ ശ്രദ്ധിക്കുകയും അവരുടെയൊക്കെ ഹാർഡ് കോർ ഫാൻ ആയിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് അല്ലേ? അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും നല്ല കുക്ക് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ ആയിരിക്കും. യെസ്, ഒരു മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഭക്ഷണം ഭയങ്കര വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡി, ബെസ്റ്റ് കുക്ക്. ഭക്ഷണത്തെക്കുറിച്ച് ഭയങ്കര നോളജുള്ളൊരു മനുഷ്യൻ. ഭയങ്കര നോളജ് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വേണം സിനിമയിലല്ലെങ്കിൽ നല്ലൊരു ഷെഫായിരുന്നു. അത്രയ്ക്ക് നമ്മൾ വിചാരിക്കൊരു അത് അദ്ദേഹത്തിൻ്റെ നോളജ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നോട്ട് ഇന്ത്യൻ ഫുഡ്, വേൾഡ് വൈഡ് ഫുഡിനെ കുറിച്ചുള്ള ലോകത്തെ ഡിഫറെൻറ്റ് ക്വിസിൻസ്, ഡിഫറെൻറ്റ് കട്ട് ഓഫ് മീറ്റ്സ്, ഇതൊക്കെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ദുബൈയിൽ പോയി. അപ്പോൾ അവിടെ പോയിട്ട് സിപ്രിയോണി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോയാൽ പറഞ്ഞത് ലാലേട്ടൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ്, അവിടുത്തെ സ്പെഷ്യൽ കട്ട് ഞാനത് ഭയങ്കര അമേസ്ഡായി. അപ്പോൾ ലാലേട്ടനൊക്കെ അവിടെ പോയി കഴിക്കുന്നതാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ്സിലെ കുറേ ക്യുസിൻ നല്ല അതിനെക്കുറിച്ച് പറയാൻ കുറേ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്കറിയാവുന്നത് കേരള ഫുഡെന്നല്ല, ലോകത്തെ എല്ലാ ബെസ്റ്റ് ഫുഡ് എവിടെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തേടിപ്പിടിച്ച് പോയി കഴിക്കുന്ന ആളാണ്. ഈ പുള്ളി ഇടയ്ക്ക് ട്രാവലൊക്കെ പോകുമല്ലോ, അവിടെ പോയാൽ ആ രാജ്യത്തെ ഭക്ഷണം. ഇവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി കുട്ടനാട്ട് പോയി കഴിഞ്ഞാൽ നല്ല താറാവ് കൊടുത്താൽ താറാവ് കഴിക്കും. അതുപോലെ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യലാണെങ്കിൽ കഴിക്കും. അതുപോലെ പുള്ളി ജപ്പാനിൽ പോയാൽ ജപ്പാൻ എനിക്കൊന്ന് ജപ്പാൻ്റെ ഏറ്റവും വലിയൊരു ആരാധകനാണ് ലാലേട്ടൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ജാപ്പാനീസ് ക്യൂസിൻ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. എല്ലാ വർഷവും അല്ല 2 വർഷം ഒരിക്കൽ ഒരു ഹോളിഡേക്ക് പുള്ളി അവിടെ പോകും. നല്ല കോബയിലും മറ്റേ അടുത്തൊക്കെ പോയി അല്ലെ വഗ്യുവിലൊക്കെ പോയി ആ കട്ട് മീറ്റൊക്കെ കഴിക്കും. അതൊക്കെ പുള്ളിക്ക് സ്പെഷ്യൽ വലിയ വലിയ മുന്തിയ ഗിഫ്റ്റൊക്കെ ഡെഫിനറ്റ്ലി ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഓരോരുത്തർ കൊണ്ടുകൊടുക്കും, ഒരുപാട് സമ്മാനം കൊടുക്കും. അല്ല, ഈ ഷെഫിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുമോ? അതെല്ലാം സൂപ്പർവൈസ് ചെയ്യും? അല്ല, അങ്ങനെയല്ല. അതൊരിക്കലും അതിൻ്റെ ഒരു ഒത്തിരി പേര് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഷെഫ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നു, അല്ലെ ഒരു കൾണറി സ്റ്റുഡൻ്റ് ആണ്. അവനൊരു 3 വർഷമോ 2 വർഷമോ ഡിപ്ലോമ ഇതൊക്കെ പഠിച്ചിട്ട് ആദ്യം ഒരു 6 മാസം ട്രെയിനിങ്ങിന് പോകും. ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ് ആണ് പറയുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങിൽ കിച്ചണിലാവും അല്ലെങ്കിൽ പലയിടത്തും വന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കോഴ്സ് കംപ്ലീറ്റ് ആയി പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഹി ക്യാൻ വർക്ക് ആസ് എ ഓൺ ദ ജോബ് ട്രെയിനി 6 മാസം. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനി ആയിട്ട് വരുന്നു ആദ്യത്തെ. അപ്പോൾ ഒരു 6 മാസം ട്രെയിനിങ് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, പാസ് ഔട്ടായി. ഫസ്റ്റ് ജോബിന് മുമ്പുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ് അത് 6 മാസത്തേക്ക് വന്നു. അവൻ ബെറ്ററായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവന് ഒരു കോമി തേർഡായിട്ട് വരാം. ചിലപ്പോൾ അവനെ എക്സ്റ്റെൻഡ് ചെയ്യും, വീണ്ടും ഒരു 6 മന്ത് കൂടെ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ അത് 6 മന്തിൽ ട്രെയിനിങ് പെർഫെക്റ്റ് ആയിട്ട് യു സ്റ്റാർട്ട് ആസ് എ കോമി തേർഡ് എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് ഒരു ഷെഫിൻ്റെ തുടക്കം. കോമി തേർഡ് എന്ന് പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നു. കോമി തേർഡിൽ നിന്ന് കോമി 2 ആയി, കോമി 1 ആവും. കോമി എന്നാണ് പറയുക, അതൊരു ഫ്രഞ്ച് ടേമാണ് കോമീസ്. അപ്പോൾ ഇങ്ങനെ കോമീസ് ആയി. കോമി ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ആ കോമി ഫസ്റ്റിലെത്തുന്ന ഒരു 3-4 വർഷം എടുക്കും. ഈ 3-4 വർഷം കൊണ്ട് അവൻ ആ ഒരു ക്വിസിൻ്റെ ആ ഒരു സെക്ഷൻ്റെ എക്സ്പെർട്ടായിട്ട് മാറിയാലാണ് ഈ കോമി ഫസ്റ്റ് ആവുക. പിന്നെ അവിടെ നിശ്ചയോടെ അവൻ്റെ നെക്സ്റ്റ് ഒരു ലെവൽ ഓഫ് ആണ് ഷെഫ് ഡി പാർട്ടി എന്ന് പറയുക. അപ്പോൾ ഷെഫ് ദി ക്വിസിൻ അല്ലെ ഷെഫ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു സെക്ഷൻ്റെ അതിനാണ് CDP എന്നാണ് പറയുക. അപ്പോൾ അതിന് മുമ്പ് ഡെമ്മി ഷെഫ് ഡി പാർട്ടി ആവണം. അപ്പോൾ ഈ കോമി ഫസ്റ്റിൽ നിന്ന് ഇച്ചിരൂടെ സീനിയർ ആയാൽ മാത്രമാണ് ഈ ഡെമ്മി ഷെഫ് ഡി പാർട്ടി. ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ഇപ്പോൾ നിങ്ങൾ കോണ്ടിനെൻ്റലാണ്, അല്ലെങ്കിൽ നിങ്ങൾ പാൻട്രിയാണ്, നിങ്ങൾ സാലഡ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫിഷാണ്, സോസാണ്, അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ തന്തൂരിൽ ബ്രെഡ് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ബേക്കറിയാണ്. ആ സെക്ഷൻ്റെ ഹെഡാവുന്നതാണ് ഈ ഷെഫ് ഡി പാർട്ടി ആവും. അത് കഴിഞ്ഞ് ഡെമ്മി ഷെഫ് ഡി പാർട്ടിയായി CDP ആയിട്ട് മാറി. CDP ആയിട്ട് കഴിഞ്ഞിട്ടാണ് സൂഷെഫ് ആവുക. സൂഷെഫ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാൾ ഈ എല്ലാ സെക്ഷൻ്റെയും ബേസിക് കുക്കിംഗ് പഠിച്ചിരിക്കും. ഇതിപ്പോൾ ഞാനൊരു മീൻകറി ഉണ്ടാക്കുന്ന ആളാണ് മാത്രമാണ് ഈ സെക്ഷൻ. അവിടെ നിന്ന് സൂഷെഫിലേക്ക് എത്തുമ്പം കുറച്ച് പേസ്ട്രി അറിയണം, ഇതറിയണം, എല്ലാം അറിഞ്ഞ് ഒരു 60% കുക്കിങ്ങും 40% മാനേജ്മെൻറ്റും ഓപ്പായാണ് സൂഷെഫ്. ആ 40% എല്ലാം ബാക്കി സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നതും അതും ഹെഡ് ഷെഫിനെ അസിസ്റ്റ് ചെയ്യേണ്ട മെനു ഇടുന്നതും ഇവിടെ ഇവൻ ഓഫ് ആയാലും ഇവിടെ പോയി പൊറോട്ട അടിക്കണം പോകണം, സൂഷെഫ് വേണം, പേസ്ട്രിയിൽ ആളില്ലെങ്കിൽ പോയി ബ്രെഡ് അടിക്കണം, എല്ലാത്തിനും പുള്ളി ഉണ്ടാവും. അത് ഓൾറൗണ്ട് പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സൂഷെഫാണ് നേരെ ഹെഡ് ഷെഫായിട്ട് മാറും, പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് മാറുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് ആയിക്കഴിഞ്ഞാൽ ഒരു 10%, 20% കുക്കിങ്ങും 90% മാനേജ്മെൻറ്റാണ്. എന്നാലും ആ കുക്കിംഗ് ഉണ്ടാവണം, അതാണ്. അപ്പോൾ ഒരു വലിയൊരു മേജർ ഇവൻറ്റ് വരുന്ന, നല്ലൊരു സെലിബ്രിറ്റി വരുന്ന, നല്ലൊരു സ്പെഷ്യൽ ഇവൻറ്റ് വരുന്ന, ഒരു ടേസ്റ്റിംഗ് മെനു വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് വന്നാൽ ഷെഫ് ആ പുള്ളി വന്ന് കുക്ക് ചെയ്യണം.
അപ്പോൾ ബേസിക്കലി അല്ലാതെ എല്ലാ ദിവസവും വന്ന് കിച്ചണിൽ കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനില്ല. ബട്ട് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് അറ്റ്ലീസ്റ്റ് 20-30% ഓഫ് കുക്കിംഗ് എവറി ഡേ. അപ്പോൾ നമ്മൾ ആ ഒരു അതിനകത്തല്ലാതെ വെറുതെ നമ്മൾ ഓഫീസിൽ പോയിരുന്ന് മടിയെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പേപ്പർ വർക്ക് മാത്രമായിട്ട് ഫോക്കസ് ആവുകയും ഇത് എല്ലാം പ്രാക്ടീസ്, നേരത്തെ പറഞ്ഞാൽ ഇത് പ്രാക്ടീസാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോകും? എക്സിക്യൂട്ടീവ് ഷെഫ് കഴിഞ്ഞാൽ പിന്നീട് ഷെഫ് ഡി ക്വിസിൻ, എക്സിക്യൂട്ടീവ് ഷെഫ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡയറക്ടർ ഓഫ് കൾണറി, അങ്ങനെ ഒരു ആ കൾണറിയുടെ അല്ലെങ്കിൽ ഒരു ഹോട്ടലൊക്കെ ആണെങ്കിൽ 3-4 ഹോട്ടൽസിന് മൊത്തത്തിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഡയറക്ടറായിട്ട് മാറാം. അതൊക്കെയാണ് ഒരു ഫൈനൽ. പിന്നെ പുള്ളിക്ക് ഓപ്പറേഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻസ് ജനറൽ മാനേജറായിട്ടൊക്കെയാണ് മാറുക. കിച്ചണിലെ ഒരു ഫൈനൽ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് ഇപ്പോൾ പറയുന്നത് ഡയറക്ടർ ഓഫ് കൾണറിയാണ്. ശരിക്കും പറഞ്ഞ ഷെഫ് പിള്ള ഇതൊക്കെ ആയതാണ്, ഇതെല്ലാം ആയി. ഇപ്പൊ ഫൈനലി നമ്മൾ സ്വന്തമായിട്ടായി. ലാസ്റ്റ് പൊസിഷൻ ഡയറക്ടർ ഓഫ് കൾണറി ഇൻ റാവിസ് ഗ്രൂപ്പിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വന്നത്. ഞാൻ ഈ സ്റ്റേജിലെ കൂടെ എല്ലാം പോയതാണ്. മത്തി അരച്ച് അങ്ങനെ ഏതോ ഒരു റെസിപ്പി എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നും ഈ മത്തിയോടുള്ള ഇഷ്ടം ഉണ്ടോ, അതോ ഇപ്പം പല വെറൈറ്റി ഓഫ് ഫിഷുകളൊക്കെ വന്നപ്പോൾ മത്തി ഒതുങ്ങിപ്പോയോ? അതൊരിക്കലും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ യാത്രകൾ 30 വർഷത്തെ ഒരു ഷെഫിൻ്റെ കരിയർ എന്ന നിലയിൽ ലോകത്തെ പല രാജ്യങ്ങളിലും പോകാനും ഏറ്റവും മുന്തിയ നല്ല റെസ്റ്റോറൻറ്റിൽ പോകാനും ഒരുപാട് സംഭവങ്ങളൊക്കെ നല്ല ബെസ്റ്റ് സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റി. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് കാവിയർ മുതൽ ബെസ്റ്റ് ഫിഷ് പല രാജ്യങ്ങളിലൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ സ്റ്റിൽ മത്തിയുടെ സ്ഥാനമാണ്, അതൊരിക്കലും പോവില്ല ഒരു മലയാളിയെ സംബന്ധിച്ച്. കാരണം അന്ന് നമ്മളുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വൾണറബിളായ ടൈമിൽ നമ്മുടെ കൂടെ നിന്നതാണ് നമ്മുടെ മത്തി. അതിൻ്റെ മെമ്മറീസ് ഒരിക്കലും നമ്മുടെ നിന്ന് പോവില്ല. അത് ആ കൂടെ നിന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത് കഴിച്ചതാണ് ആ ഒരു മത്തിക്കറി. എല്ലാ ദിവസവും ഒരു ചാള ഞങ്ങൾ മത്തി നിന്നല്ല, അന്ന് ചാള ഒരു 2 ചാള കഷ്ണമാണ് ഒരാൾക്കുള്ള വിഹിതം. അന്നൊരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 5 ചാള വാങ്ങിച്ചുകൊണ്ട് വരും. അത് ഒരു മീനെ 3 കഷ്ണം വരും. അപ്പോൾ അത് ഒരു 15 കഷ്ണമായിട്ടായിരിക്കും ഒരു ചട്ടിക്കറി തരുന്നത്. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ആദ്യം എണ്ണി വെക്കും. 2 കഷ്ണമാണ് ഒരാളുടെ. അപ്പോൾ ഒരു നമ്മൾ ഒന്നി വഴക്കുണ്ടാക്കി പറഞ്ഞോടെ ഒരാടെ നമ്മുടെ സിബ്ലിങ്സിൻ്റെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒരു പീസ് കട്ടെടുക്കും. എന്നാലും അങ്ങനെ കഴിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ ആ മത്തിയുടെ ഉള്ള ആ ഒരു കറി അല്ലെങ്കിൽ അതിനോടുള്ള മത്തി എന്നല്ല, നമുക്ക് ഭക്ഷണത്തോടുള്ള ആ ഒരു പ്രിയം കൂടി വരും. ഒരു ശ്യാമള ചേച്ചിയാണ് താങ്കൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വേണമെങ്കിൽ ഇറക്കി വിട്ടെന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. ശ്യാമള ചേച്ചിയുടെ ഭയങ്കര ഒരു കഥയാണ്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ നെയ്ബറാണ് അവർ. അപ്പോൾ അവർക്ക് പരമ്പരാഗതമായിട്ട് ഈ മത്സ്യത്തൊഴിലാളികളുള്ള സ്ഥലമാണെന്നറിയാമല്ലോ. അപ്പോൾ രാത്രിയിൽ മീൻ പിടിക്കുന്നവർ വരും. എന്നിട്ട് രാവിലെ ഈ ചെമ്മീൻ കൊണ്ടുവന്ന് അവിടെ ഒരു ഷെഡിലാണ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും അവിടെ ആ ഒരു ഏരിയയിൽ വരും. അപ്പോൾ അവർക്ക് ഈ ചേച്ചിയുടെ അച്ഛന്, അദ്ദേഹത്തിന് കടയുണ്ട്. രാത്രി വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പുട്ട്, പയറ്, ചായ, പപ്പടം, ഇതൊക്കെയാണ് അവിടുത്തെ മെനു. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കൊച്ചുനാളിലൊക്കെ ഈ ഉത്സവ സമയത്തൊക്കെ രാത്രി ഒരു 8 മണി തൊട്ടേ തുടങ്ങും, വെളുപ്പിനെ 5 മണി വരെയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് നമുക്കൊന്നും അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇതേപോലെ അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ പോകുമ്പോഴൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെയായി ഈ അദ്ദേഹം മരിച്ചു. ഇതിൻ്റെ ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡ് മരിക്കുന്നു. അങ്ങനെ കടയൊക്കെ ബ്രേക്കായി. അപ്പോൾ ആരും ഇല്ലാണ്ടായി. പിന്നീട് പക്ഷേ ഇവരുടെ 2 കുട്ടികളൊക്കെ ആയപ്പോൾ വീണ്ടും അവർക്കൊരു ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഈ കട മാത്രമാണ്, അതേ അറിയുള്ളൂ അവർക്ക്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ഹസ്ബൻഡൊക്കെ മരിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു സമയത്ത് ഞാനന്ന് 6-7 8 പഠിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വരൂ ഒന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിലല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാനപ്പോൾ വൈകിട്ട് ഞങ്ങൾ 6 മണിയാകുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ എനിക്ക് ഓൾറെഡി അവർക്ക് ഇഷ്ടംപോലെ മീനുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് മീൻ തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ദിവസവും മീൻ എപ്പോഴും കിട്ടും. അപ്പോൾ വൈകുന്നേരം ആ ചേച്ചിയുടെ അമ്മ ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കി ചോറൊക്കെ തന്നിട്ട് ഞങ്ങൾ 2 പേരുടെ പോകും. തലയിൽ ചുമട്ടിൽ പുട്ടിൻ്റെ പൊടി ബാക്കിയുള്ള സാധനങ്ങളായിട്ട് ആ കായലിൻ്റെ ഭാഗത്താണ്. അവിടെ പോയിട്ട് എന്നെ ആക്ച്വലി ജോലി ചെയ്യിപ്പിക്കാനല്ല, കൂട്ടിന് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ, ഒരു ചേച്ചി തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഒരു 9 മണി 10 മണി മുതലാണ് ആളുകളൊക്കെ വരാൻ തുടങ്ങുന്നത്. 2 മണിക്കൊക്കെയാണ് പീക്ക് ടൈം. വെളുപ്പിനെ 4 മണിക്ക് ഈ സാധനം കൊടുത്തിട്ട് അവർക്ക് പോകണം. അപ്പോൾ അത് മീൻ കൊടുത്തിട്ട് ഇവർ വന്നൊരു പുട്ടും ചായയൊക്കെ കുടിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ഇവരൊക്കെ ആയിട്ട് ഈ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പോയി ഈ പുട്ട് നമ്മൾ കൊണ്ടുപോയി സെർവ് ചെയ്യും. പുട്ട് പുഴുങ്ങും. നമ്മൾ രാത്രി പുട്ട് പുഴുങ്ങി തിന്നും. ഈ മീനെല്ലാം കണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞൊരു മീൻ കൊതിയനായത് ഈ 4 മണിക്ക് ഫ്രഷായിട്ടുള്ള ആ കായലുള്ള എല്ലാ മത്സ്യങ്ങളെയും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര കൗതുകമായിട്ട് ചോദിക്കും ഈ മീനിൻ്റെ പേരെന്താണ്. അപ്പോൾ അവർ ആ മീനിൻ്റെ കാര്യം പറഞ്ഞു തരും. അപ്പോൾ ഇവർക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചെക്കൻ പോയി ചോദിക്കുമ്പോൾ അവർക്കും ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് തിരുത ഇതാണ്, ഇത് പ്രാച്ചിലാണ്, ഇത് കണമ്പാണ്. അപ്പോൾ ഈ ചെറിയ കൊപ്ലി എന്ന് പറഞ്ഞ മീൻ വലുതാകുമ്പോഴാണ് തിരുതയാവുന്നത്. ഇത് പൊടിപ്രായമാണ്, ഈ പ്രായത്തിലുള്ള ഞങ്ങളുടെ അടുത്ത് കായലുകൾ. അങ്ങനെ ഒരുപാട് അറിവ് എനിക്ക് ആ സമയത്ത് കിട്ടി. പക്ഷെ അത് പിന്നീടാണ് ഗുണം ചെയ്തത്. അന്ന് പക്ഷേ നമ്മളിങ്ങനെ വെറുതെ ചോദിച്ചു പോയെങ്കിലും
ഈ മത്സ്യത്തൊഴിലാളി രാത്രി കൊണ്ടുവന്നിട്ട് ഇവർ ഈ കൊണ്ടുവരുന്നപ്പോൾ ചെമ്മീൻ വലിയ മീൻ കിട്ടുന്ന ദിവസമൊക്കെ ഉണ്ട് ചിലർക്ക്. അപ്പോൾ അതുകൊണ്ട് അവരത് മാറ്റി വയ്ക്കും, രാവിലെ കൊണ്ട് ലേലം വിളിച്ച് അവർ ഭയങ്കര ഹാപ്പി. അന്ന് 2 കുറ്റി പുട്ടൊക്കെ എക്സ്ട്രാ ചെയ്യും. കാരണം വലിയ അത് ഉറപ്പായിട്ട് ഇപ്പോൾ 800 രൂപ 1000 രൂപയൊക്കെ, അന്ന് 800 രൂപ 1000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. അപ്പോൾ ഇത് 1000 രൂപയുടെ മുതലാ മോനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് പൊക്കി കാണിക്കും. എന്നിട്ട് അവർ കൊണ്ടുപോയി രാവിലെ അത് ലേലം വിളിക്കാനായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ വൈഫ് ചിലപ്പോൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അതൊക്കെ കൂടുതൽ പൈസ കിട്ടുന്നതാണ്. ഈ ഷെഡിൽ പ്രോൺസ് ആണ്, ചെമ്മീൻ കിട്ടുന്നതാണ് ഇവിടെ കൊണ്ടു കൊടുക്കുക. മീൻ ആളുകൾ അങ്ങനെ കൊടുക്കില്ല. അത് അവർ പിറ്റേ ദിവസം രാവിലെ ചന്തയിലോ അല്ലെങ്കിൽ ഇവർ പോകുന്നിടത്തു നിന്ന് പോയി ആളുകൾ ലേലം വിളിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ കൊണ്ടുപോയി ഈ മീൻ ഇവിടെ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് മീനെക്കുറിച്ച് ഭയങ്കര ഞാനൊരു എക്സ്പേർട്ടായി മാറി. പല ഒരു ഒരു മീൻ ഇന്ന വലയുണ്ട്, ഈ വലയിലാണ് പിടിക്കേണ്ടത്, ഈ സമയത്ത് അതിൻ്റെ ഒരു കോളാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. ചിലരൊക്കെ എല്ലാവരും മീൻ കൊണ്ടുവന്നിട്ട് 3-4 പേർക്ക് മീൻ ഇല്ലാതെ ഭയങ്കര സങ്കടപ്പെട്ടു വരും. എനിക്കും ഭയങ്കര സങ്കടം അവരെ കാണുമ്പോൾ. എന്നിട്ട് അവർ വന്ന് വെറും ചായയും പുട്ടൊക്കെ കഴിച്ചിട്ട് പോകും. എന്നാലും അവരുടെ മുഖം കാണുമ്പോൾ ഒക്കെ അറിയാം അവർക്കന്ന് മീനില്ല. അന്ന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് അവർക്ക്, അപ്പം ഞാൻ പിന്നീടാണ് മനസ്സിലായത് അന്നത്തെ ദിവസം അവർക്ക് പട്ടിണിയായിരിക്കും. അന്ന് ഈ മീനെന്ന് പറഞ്ഞാൽ കായലിൽ ഇങ്ങനെ ഉണ്ട്, വലയിട്ടിട്ട് ഇങ്ങനെ ഇത് കയറി വരണ്ടേ. അല്ല അന്നത്തെ പോലെ ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ഇല്ല. ആ ഒരു സമയത്ത് ചിലർക്കത് ഒരു കോളാണ്, കോളെന്ന് അവർ പറയും. ഇന്ന് കോളടിച്ചു, അല്ലെങ്കിൽ ആ സമയത്ത് ഇടുന്നു. ചിലർക്കൊന്നും കിട്ടാണ്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഈ ഇത് മകനായിരിക്കും, എൻ്റെ കണക്ക് പ്രായമുള്ള പയ്യന്മാർ ബാക്കി ഇരുന്ന് ഇങ്ങനെ തുഴയാൻ വരും, അപ്പനായിരിക്കും വില വീശാൻ വരും. 2 പേരുണ്ടാവും ഒരു വള്ളത്തിൽ. അപ്പോൾ മീനില്ലാത്ത ദിവസമുണ്ട് ചിലർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് ആ സങ്കടങ്ങളുമൊക്കെ മനസ്സിലാവും. അവരുടെ സങ്കടങ്ങൾ കാണാൻ പറ്റും. ഇന്ന് കിട്ടിയില്ല, ഒന്ന് വെറുതെ പോയി, അന്നത്തെ ദിവസം കൂലിയില്ല. അങ്ങനെ നമ്മൾ സീ ഫുഡിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു. സീ ഫുഡ് അതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമായി, മീനോട് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നമ്മൾ ബേസിലിനൊക്കെ എപ്പോഴും പറയാറുണ്ട്, ബേസിലിൻ്റെ ചിരി എന്ന് പറഞ്ഞ പോലെ ഷെഫ് പിള്ളയുടെ ചിരിയും വളരെ പ്രശസ്തമാണല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഒരു ചിരി വരും. ബേസിലിന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു ബേസിലിനാണെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നതൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഷെഫും കൂടെ ആയതുകൊണ്ട് നമ്മുടെ താഴെയുള്ള ആൾക്കാരെ നമ്മൾ ഇടയ്ക്ക് അവരെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോൾ കണ്ണു പൊട്ടുന്ന രീതിയിൽ ചീത്ത പറയാറുണ്ടോ? ശരിക്കും ഇല്ല എന്നുള്ളതാണ്. എനിക്കെന്തോ അങ്ങനെ ആ ഒരു പ്രാക്ടീസ് എന്നെ ഒരുപാട് പേര് ചീത്ത പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തിരുന്ന കാലത്ത് അപ്പം അതുണ്ടാക്കിയ സങ്കടം നമുക്കറിയാം. ഇരുന്ന് കോൾഡ് റൂമിലൊക്കെ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കോൾഡ് റൂം എന്ന് പറഞ്ഞാൽ അറിയാലോ, കിച്ചൻ്റെ ഉള്ളിൽ ഒരു ഫ്രിഡ്ജ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഭക്ഷണമൊക്കെ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഓടിപ്പോയി അവിടെ നിന്നൊക്കെയാണ് എല്ലാവരും കരച്ചിൽ. ആരും ഇല്ലാത്ത എല്ലാവരുടെ മുമ്പിൽ നിന്ന് കരയാൻ പറ്റില്ല, നാണക്കേടല്ലേ. അപ്പോൾ അപ്പോൾ നമ്മളെന്ത് ചെയ്തിട്ടാണ്, അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്ക് ചെയ്താലും വെറുതെ ഒരു ടീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവനെ മാനസികമായിട്ടൊന്ന് വേദനിപ്പിക്കാനായിട്ട് ഈ സീനിയേഴ്സായിട്ടുള്ള പലരും, അതെല്ലാ തൊഴിൽ മേഖലയിലൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മൾ അവരുടെ ഒരു ഇല്ല റാഗിങ് പോലാണ്. ഞാൻ പണ്ട് കേട്ടത്, എന്നെ പണ്ട് എൻ്റെ ആശാന്മാർ ഇങ്ങനെ തെറി, അതുകൊണ്ട് നീ അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് നേരെ വരണ്ട, എൻ്റെ തെറിയൊക്കെ കേട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ തെറിയൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും, നമ്മൾ ഈ കേട്ടത് തെറി നമ്മുടെ താഴെയുള്ള പിള്ളേർക്ക് എന്തിനാണ് കൊടുക്കുക. അപ്പോൾ പരമാവധി അവരെ ഭയങ്കരമായ തെറ്റാണെങ്കിൽ പോലും പറഞ്ഞ് മനസ്സിലാക്കി ഒരു കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ ആണ് കൂടുതൽ. ഇപ്പം ഷൗട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ചിലടത്ത് വക്കാവും. എന്നാലും ഞാൻ ബിലീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മനസ്സിലാവും. ഇതുപോലെ ചിരിച്ച് അതെ അതെ എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും കയ്യബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഏത് ഷെഫിനും കയ്യബദ്ധം പറ്റാന്ന്? തീർച്ചയായിട്ടും അതൊക്കെ എപ്പോഴും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഷെഫായി നമുക്കൊരു ഉത്തരവാദിത്വം ആയതിനു ശേഷം എന്തോ വലിയ ഒത്തിരി മേജറായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ എപ്പോഴും നമ്മളൊരു ടച്ച് വുഡ് എന്ന് പറയുന്ന പോലെ പല ഇൻസിഡൻസും അറിയാമല്ലോ കിച്ചണിലൊക്കെ. അല്ലാതെ ഈ പവർ പോയിട്ട് ഏറ്റവും എനിക്ക് മെമ്മറി ആയിട്ടുള്ളതൊരു ബിസി ലണ്ടനിൽ വെച്ചിട്ടാണത്. റെസ്റ്റോറൻറ്റ് ഭയങ്കര തിരക്കിന് പെട്ടെന്ന് ഫയർ അലാം ഭയങ്കര ബുക്ക് ചെയ്ത് ഗസ്റ്റെല്ലാം ആയി, മിഡിലോട്ട് ഓർഡറൊക്കെ പോയി, സ്റ്റാർട്ടേഴ്സൊക്കെ പോയി, കുറേ ആൾക്കാരുടെ സ്റ്റാർട്ടേഴ്സ്, കുറേ ആൾക്കാരുടെ മെയിൻ കോഴ്സ്, കുറേ പേരുടെ ഡെസേർട്ടൊക്കെ പോകുന്ന സമയത്ത് ഫയർ വന്നില്ല, ഫയർ അലാം വന്നിട്ട് കംപ്ലീറ്റ് ആയി ഭയങ്കര. അപ്പോൾ ഞാനന്ന് റീസെൻ്റായിട്ട് സൂഷെഫായിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്തിടും. അപ്പോൾ എനിക്ക് നമ്മളിങ്ങനെ ലീഡ് ചെയ്യുന്നൊരു ടീമിൽ ഉത്തരവാദിത്തമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര പാനിക്കായി പോയി. എൻ്റെ ഓപ്പറേഷൻ്റെ ഫസ്റ്റല്ല ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഇത്രയും ഗസ്റ്റ്, അപ്പോൾ എനിക്ക് അന്ന് അതൊരു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കെന്നെ മാനേജ് എങ്ങനെ, ഞാനും പാനിക്കായി പോകുമല്ലോ. അപ്പോൾ ഗസ്റ്റിൻ്റെ ഓർഡർ ഇവരൊക്കെ എന്ത് വിചാരിക്കും, ഇനി ഗസ്റ്റിന് ഫുഡ് കൊടുക്കണ്ടേ, കിച്ചൺ ഓഫ് ചെയ്ത് ഗ്യാസ് പോയി എല്ലായിടത്തും ഓടിപ്പോണം. നമ്മുടെ അവിടെയൊക്കെ ഇവിടുത്തെ പോലെ ഇപ്പോൾ ഒരു ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മോക്ക് ഡ്രിൽ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓടി നമ്മൾ അസംബ്ലി പോയിന്റിൽ ഓടി എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. പക്ഷേ എനിക്കതൊരു ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ, ഞാൻ ഈ കുക്ക് ചെയ്ത സാധനം ഇത് പോകുന്നു. പക്ഷെ അത് ഹാസ് ടു ആ ഒരു സമയത്ത് പെട്ടെന്ന് ഞങ്ങളെല്ലാം ഇറങ്ങി
ഓടാന്ന് വെച്ചാൽ ആ ഒരു സമയത്തെല്ലാം ഓഫ് ചെയ്തിട്ട് ഗസ്റ്റ് ഇറങ്ങി വെളി വന്നു. ഓ പിന്നെ ഒരു 1 hour കഴിഞ്ഞ് എല്ലാം നോർമലായിട്ട് വന്നു, വീണ്ടും അത് റീവർക്ക് ചെയ്തു. അതൊരു വൺ ഓഫ് ദ ഒരു ഏറ്റവും എൻ്റെ ലൈഫിൽ എനിക്ക് ഇപ്പോൾ ഒക്കെ അത് നോർമലാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇനി എന്താണെങ്കിലും കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഞാൻ 10ാം ക്ലാസ്സും ഗുസ്തിയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെ, പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഷെഫ് പിള്ളയായി മാറി. ഇതിനിടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഫുഡ് ടെക്നോളജി ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അത് ഭയങ്കര ഒരു വളർച്ചയാണ്. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഇപ്പോഴും എനിക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ് എൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പക്ഷേ ഞാൻ നേരത്തെ ചെസ് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ വേറെ തരത്തിൽ ചിന്തിച്ച് ഞാൻ പ്ലാൻ ചെയ്തില്ല, എല്ലാം സംഭവിച്ചതാണെന്ന് പറയാം. കാരണം റൈറ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റി പണിയിൽ നിന്ന് തുടങ്ങി അല്ലേ, അങ്ങനെ കയറി എങ്ങനെയോ ആക്സിഡന്റിൽ എത്തിപ്പെട്ടതാണ് ഈ പറയുന്ന കിച്ചണിലേക്ക്. അതെ, അതുകൊണ്ടൊന്നും പ്ലാൻഡ് അല്ല. പക്ഷേ പ്ലാൻഡ് ആണോന്ന് ചോദിച്ചാൽ പ്ലാൻഡ്, കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻഡ് ആണെന്ന്. ഒരു 30 വർഷത്തെ കരിയർ എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് 5 ഇയർ എടുത്ത് നോക്കിയാൽ ആ ഗ്രാഫ്, ഇപ്പോൾ എനിക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ തുടങ്ങി, ഇവിടെ എത്തി, ഇവിടെ ആ ഗ്രാഫ് എപ്പോഴും ഒരു അപ്പ് സൈഡായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വലിയ ഡൗൺ സൈഡ് ഉണ്ടായിട്ടില്ല. അത് നമ്മളുടെ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കാം, നമ്മളുടെ ഒരു ഡിസയർ ആയിരിക്കാം, മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച്. അതാണ് എനിക്ക് എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തും പറയാനുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ പറഞ്ഞ പോലെ വലിയ പഠിപ്പോ അല്ലെങ്കിൽ ഭയങ്കരമായ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി തുറന്നിട്ടിട്ടില്ല, സ്വന്തമായിട്ട് നമ്മൾ കണ്ടെത്തിയ വഴികളാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ റിസൾട്ട് എന്തായാലും വരുമെന്നുള്ളത് എൻ്റെ കരിയർ വെച്ച് എനിക്ക് പറയാം. പക്ഷേ അത് എനിക്ക് ഒത്തിരി സമയമെടുത്തു. ബിക്കോസ് ഒരു 10 വർഷം എടുത്തപ്പോഴാണ്. പക്ഷേ ആ 10 വർഷവും എനിക്കറിയാം ആദ്യത്തെ 5 വർഷത്തിൻ്റെ ഗുണങ്ങളാണ് നെക്സ്റ്റ് 5 ഇയർ കിട്ടിയ. ആ 10 വർഷത്തെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയതാണ്. സോ ആ ഒരു രീതിയിൽ പറഞ്ഞ പോലെ ഇപ്പം നോക്കുമ്പം, തിരിഞ്ഞ് നോക്കുമ്പം എനിക്കൊരുപാട്, അതുകൊണ്ട് എനിക്ക് വലിയ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കിട്ടിയതെല്ലാം ബ്ലെസ്സിങ് ആണ്. ഒരിക്കലും ഞാൻ എൻ്റെ ജീവിത സാഹചര്യമോ ഞാൻ ജനിച്ചു വളർന്ന രീതിയോ അല്ല ഞാൻ പഠിച്ചു വന്ന് വെച്ചിട്ട് കിട്ടേണ്ടതിനേക്കാട്ടിലും എത്രയോ വലിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നുണ്ട്, ഏറ്റവും വിശിഷ്ടമായ വ്യക്തികളെ കാണാൻ പറ്റുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നു, അവരുമായിട്ട് ഇടപഴകാൻ പറ്റുന്നു. അതുകൂടാണ്ട് ഇങ്ങനെ നല്ല ജോലി ചെയ്ത സ്ഥാപനങ്ങൾ, ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നു, ഏകദേശം 1000-ഓളം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു. ഇതൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ ഒന്നും നമുക്ക് ഈ കിട്ടിയതെല്ലാം എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് ആയതുകൊണ്ട് നമ്മൾക്കെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അതെ, നമ്മൾ സംസാരിച്ച് വരുമ്പോഴേ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ ഫുഡിനെ പോയി ഇൻ്റർനാഷണൽ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പം മാസ്റ്റർ ഷെഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം നമ്മുടെ നാടനായിട്ട് സാധാരണ ആക്കുന്ന നേരം തിരിച്ചാണ്, പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കളർ മാറും. പക്ഷേ ഇത് നമ്മളുടെ നാടിനെ കൊണ്ട് പുറത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോഴും അരച്ച് താളിച്ച് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നപ്പോൾ നമ്മൾ എൻറ്റയർലി ആ ഒരു ഷിഫ്റ്റ് ടു അവരുടെ ഒരു ലാംഗ്വേജിലേക്ക്, ആ ഒരു ഇൻ്റർനാഷണലി കുക്കിങ്ങിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേംസോ ഒന്നുമല്ലല്ലോ. അത് നമ്മുടെ നാടിനോടുള്ളൊരു സ്നേഹം എപ്പോഴും ഉണ്ടാവുമല്ലോ. ചിലർക്ക് നമ്മൾ എത്രയൊക്കെ വലുതായാലും ഇത് ഈസിയാണ്. ഞാനത് വലിയ കാര്യമായിട്ട് പറയല്ല. ഞാൻ ഈ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്ത സമയത്ത് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞു നല്ലൊരു സ്ഥാപനത്തിൽ വന്ന്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ബന്ധങ്ങളുണ്ടാവും ആ നാട്ടിൽ. ഷെഫുമാർ, ആ ഒരു ഫെറ്റേണിറ്റിയിലുള്ള പല ആൾക്കാരുമായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബന്ധങ്ങളുണ്ടാവും, കോണ്ടാക്ട്സ് വരും. അപ്പോൾ പല സാധനങ്ങൾ. അപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ് അതുപോലെ വെസ്റ്റേൺ ക്യൂസിനിലൊക്കെ ജോലി ചെയ്യാനും മാറാനും നല്ല രീതിയിൽ മാറാനൊക്കെയുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ബെസ്റ്റ് ഈ ഹോട്ടലിയേഴ്സ് ഫ്രം ദാറ്റ് ആ ഒരു റീജിയനിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ അവർ ജോലി ചെയ്ത് വേറെ സ്ഥാപനത്തോട്ട് പോകുമ്പോൾ ഷെഫ് നമ്മളെ വിളിക്കും, നമ്മുടെ ജോലി അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്തിട്ട് ആ ലെവലിൽ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ എന്തോ ഒരു കാരണത്താൽ വേണ്ട, ഇത് അന്നും എനിക്കൊരു പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ ആവുന്നു. ഞാൻ ഏർലി കരിയറിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഷെഫ് പിള്ള എന്ന പേര് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ ഇട്ടതാണ്, അറിയാണ്ട് കിട്ടിയതാണ്. ഈ സുരേഷ് പിള്ള എന്നുള്ള പേര് പോയതുകൊണ്ട് ഷെഫ് പിള്ള എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ആവുമെന്നോ, അന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെ വരുമെന്നോ, അല്ലെങ്കിൽ ഇത് നാളെ എപ്പോഴെങ്കിലും ഇംഗ്ലണ്ട് വിട്ടിട്ട് ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഒരിക്കൽ ലണ്ടനിലൊക്കെ പോയ ഒരാളും തിരിച്ചു വരില്ല. അപ്പോൾ ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് എനിക്കിത് പറ്റാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ബി എ കേരള ഷെഫ്. ഒരു കാര്യം, നിനക്കൊരു കേരളത്തിൻ്റെ ഫുഡ് തന്നെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് അതിനകത്ത് നീ എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി. അന്നത്തെ പഴയ ചെസ് കളിയുടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല ഒരു ഫ്രഞ്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഫ്രഞ്ച് ഷെഫുണ്ട്. അപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് അല്ല, അദ്ദേഹം ഇന്ത്യൻ ഷെഫാണ്, അദ്ദേഹം ഫ്രഞ്ച് ക്യൂസിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം സൂസ് ഷെഫായിട്ട് വന്നിട്ട് പുള്ളി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഫ്രഞ്ച് കമ്പനിയിൽ പോയി. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. ഞാൻ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യു കം
എനിക്ക് നല്ലൊരു ഓഫറും ബെറ്റർ സാലറി ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ആ റെസ്റ്റോറൻറ്റിലോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ കരിയർ വേറെ രീതിയിൽ ഞാൻ കുറച്ചുകൂടെ വേറെ ക്യൂസിൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പോവും, കുറേ കൂടെ ബെറ്ററായിട്ട് പഠിക്കും. ഇപ്പോൾ എനിക്കെല്ലാം അറിയാം ബേസിക്കായിട്ട്, പക്ഷേ അതിൻ്റെ എക്സ്പെർട്ട് അല്ലല്ലോ. നമ്മൾ കേരളയുടെ ആണ്, ഇന്ത്യൻ ഫുഡിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ചും മെഡിറ്ററേനിയനും അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് കിട്ടിയ ജോലി. പക്ഷേ അത് ഞാൻ പോവാണ്ട് ഇത് സ്റ്റിക്ക് ചെയ്തത് ഇപ്പോൾ നോക്കുമ്പോൾ അത് ഇതായിരുന്നു റൈറ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നി.